അത് ഈ വീട്ടിൽ വന്നപ്പോൾ തോന്നിയിട്ടുണ്ട്, ഇങ്ങോട്ട് എന്തിനാ അവിടെ കൊണ്ടുവന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് അവിടെ നിന്ന് അടിമാലിയിൽ തന്നെ ഞങ്ങൾക്ക് ചുമ്മാ ആവശ്യമായിരുന്നു. ഇവിടെ ഈ ചെറിയ പ്രായത്തിൽ ഇറങ്ങി വന്നതല്ലേ, അപ്പൊ പിന്നെ കൂടുതൽ ദാരിദ്ര്യം കാണിച്ച് ജീവിക്കേണ്ട, നല്ല ലാവിഷായിട്ട് അടിച്ചു പൊളിച്ചാണ് കഴിച്ചത്. അതായത് സേവിങ്സ് പോലും വെക്കൂല. ഇപ്പോൾ ഇന്ന് 10,000 വന്നു കഴിഞ്ഞാൽ അത് ഒരാഴ്ചയിൽ തീർക്കും. കാരണം അടുത്ത ആഴ്ച വേറെ ഫണ്ട് വരാണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതേപോലെ അവിടെ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കടങ്ങളോ ബാധ്യതകളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ പോരാത്തതിന് എൻ്റെ സ്വന്തം നാടിനേക്കാൾ എനിക്ക് കണക്ഷനുകൾ കൂടുതൽ അവിടെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ഓക്കെ ആയിരുന്നു. ഇവിടെ വന്നേ പിന്നെ ഇങ്ങനെ പ്രശ്നങ്ങളായി ഈ അപ്പച്ചൻ്റെ ഇതും അതും മണവും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യൂട്യൂബിൽ ഒരുപാട് റിയാക്ഷൻസ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട്, അതായത് നിങ്ങളെ അടിച്ചു താഴ്ത്താനായിട്ട് കുറെ പേര് നിൽപ്പുണ്ട്. പണ്ട് അവൻ്റെ 2 മില്യൺ കണ്ടായിരുന്നു തന്തയ്ക്ക് വിളി, അവൻ്റെ തന്ത വിളിക്കുന്നത്. ചിലപ്പോൾ അതിന്റെ പ്രതികാരമായിരിക്കും ഇപ്പൊ ചെയ്തത്. രണ്ടുപേരുടെയും കൈക്കും കാലിനും ഒരു കുഴപ്പവുമില്ല, പണിയെടുക്കാനുള്ള ആരോഗ്യവും ഉണ്ട്. സോ പണിയെടുത്ത് ജീവിക്കണം. പണിയെടുത്ത് തന്നെ ജീവിച്ചോണ്ടിരുന്നത്. അത് അന്ന് പറഞ്ഞാണല്ലോ. എന്നാൽ ഞാൻ പറഞ്ഞത്, ഈ സ്വന്തം വീട്ടിലേക്ക് പോലും ഞാൻ പോയായിരുന്നില്ല. ഒരു ദിവസം പോലും വീട്ടിൽ വന്നതല്ല. 4 വർഷം 5 വർഷമായിട്ട് ഞാൻ അടിമാലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വീടില്ലാണ്ട് കുറെ നാൾ പുറത്ത് കറങ്ങി നടന്നു. പിന്നെ റൂം എടുത്ത് റോൾ ചെയ്ത് പൈസ മേടിച്ച് റൂം എടുത്ത് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ലൈക്ക് ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമം തോന്നുന്ന ഒരു ടൈമാണിത്. ഇപ്പൊ നമുക്ക് നിൽക്കാൻ ഒരു സ്ഥലമില്ല, പറയാനൊരു അഡ്രസ് ഇല്ല എന്നുള്ളത്. അപ്പം ആ സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം എന്തായിരിക്കും? ആ സമയങ്ങളിൽ കരഞ്ഞിട്ടുണ്ടോ? അത് ഇങ്ങനെ വന്നത് കൊണ്ടോ അതുകൊണ്ടല്ല, സ്വന്തം വീട്ടുകാരുടെ ഭാഗത്ത് ആരും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഒരു ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും, അത് അബോർഷൻ അവിടെ ഇവർ ഒരു ഇരുന്നതിന്റെ കാരണത്തിൽ 5-6 മണിക്കൂർ ഇങ്ങനെ ആവും. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. കാരണം അത്രയും ദിവസം ഞാൻ അവിടെ ഒരു ദിവസം പോലും ആ വീട്ടിൽ മീൻകറി ഇറച്ചിക്കറി ഇല്ലാത്ത ദിവസമില്ല. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അതായത് ഞാൻ വരുന്ന ദിവസം ഞങ്ങൾ രണ്ടാളും ആ വീട്ടിൽ ചെന്ന് കയറുന്ന ദിവസം അവിടെ കഞ്ഞിയും വേറെ. അന്ന് മുതൽ അവിടെ നിന്ന് ഞാൻ ഇറങ്ങണ വരെ ഒരു ദിവസം അവിടെ ഇറച്ചി ഭക്ഷണം ഇല്ലാത്ത ദിവസമല്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് നമ്മള് ഇതായി. ഈ പ്രായത്തിൽ ഇത്രയും അനുഭവിച്ചു എന്ന് പറയുന്നു. ലൈഫിൽ നിന്ന് ഇത്രയും നാളേക്ക് 19 വയസ്സിൽ ഇത്ര അനുഭവിച്ച് നിൽക്കുമ്പോൾ എന്താ പഠിച്ചൊരു പാഠം എന്തായിരിക്കും? ആദ്യം പറഞ്ഞില്ലായിരുന്നോ, ആരൊക്കെ ഉണ്ടാവും മനസ്സിലാക്കാൻ പറ്റി. അതന്നെ വലിയൊരു ഇതല്ലേ. നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കും, അത് കുറെ ചിന്തിക്കാൻ. നമ്മളെ ഉപകാരം ചെയ്ത് കൊടുത്തിട്ടുള്ള ആൾക്കാർ പോലും നമുക്കൊരു പ്രശ്നം വന്നപ്പോ ഉണ്ടായിരുന്നില്ല. അത് സ്വന്തം വീട്ടുകാർ പോലും ഉണ്ടായിരുന്നില്ല.